ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയിലെ അപരാധ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ലേഖകനെ കുറിച്ച് പരിചയപ്പെടാം. അപരാധ് എന്ന സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഉദയ് പ്രകാശാണ്. അദ്ദേഹത്തിൻ്റെ ജനനം മധ്യപ്രദേശിലാണ്. അദ്ദേഹം ഹിന്ദിയിൽ പ്രസിദ്ധനായ ഒരു കഹാനിക്കാറാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപരാധ് എന്ന സ്റ്റോറിയിലൂടെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള ഒരു അവിസ്മരണീയമായ സംഭവത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കുട്ടിക്കാലത്ത് അദ്ദേഹം ചെയ്തൊരു അപരാധത്തിനെ കുറിച്ചിട്ടാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഏട്ടൻ അദ്ദേഹത്തെക്കാട്ടിലും 6 വയസ്സിന് മൂത്തതാണ്. ആശ്ചര്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്തുള്ള എല്ലാ ആൺകുട്ടികളും അദ്ദേഹത്തെക്കാട്ടിലും 6 വയസ്സിന് മൂത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ലേഖകൻ ഒറ്റയ്ക്കായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലേഖകന് കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരനായിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കൂടുതലായിട്ടും കൂട്ടുകൂടിയിരുന്നത് ഏട്ടനും ഏട്ടൻ്റെ സുഹൃത്തുക്കളുമായിട്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏട്ടനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്പത്തിൽ തൊട്ട് തന്നെ അപാഹിജായിരുന്നു. അപാഹിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികലാംഗൻ എന്നാണ് അർത്ഥം. അപ്പം അദ്ദേഹം ചെറുപ്പത്തിൽ തൊട്ട് തന്നെ വികലാംഗനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് പോളിയോ ബാധിച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ കാണാൻ വളരെ സുന്ദരനായിരുന്നു. ദേവതാവും കി തര എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്മാരെ പോലെ അത്രയും കാണാൻ നല്ല ഭംഗിയുള്ള ആളായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ നന്നായി നീന്തുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല ശക്തിയുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏട്ടൻ. ലേഖകൻ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളൊന്നും ലേഖകനെ കൂട്ടത്തിൽ കൂട്ടില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും ലേഖകൻ്റെ ഏട്ടൻ്റെ ഒപ്പമായിരുന്നു, ഏട്ടൻ്റെ അതേ ടീമിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലേഖകൻ്റെ ഏട്ടനുള്ള ടീം എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കളിയിലും അദ്ദേഹത്തിൻ്റെ ഏട്ടൻ തോറ്റുകൊണ്ടിരിക്കും, കാരണം ലേഖകനുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. എപ്പോഴും കൂടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ കുട്ടികളെല്ലാവരും ചേർന്ന് ഗഡ്ബൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഗഡ്ബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരക്കഷ്ണം പോലത്തെ സാധനം, അത് വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആ കളിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത്. അപ്പോൾ അവരവരുടെ ശക്തി യൂസ് ചെയ്തിട്ടാണ് കളിക്കേണ്ടത്. അപ്പോൾ ആ കളിയിൽ നമ്മുടെ ലേഖകൻ്റെ ഏട്ടൻ ജയിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജയിക്കണേൻ്റെ ആവേശം കൂടിയിട്ട് ആ കളിയിൽ മുഴുകിയിരിക്കുകയുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ഏട്ടൻ ഈ ലേഖകനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, കളിയിൽ മുഴുകിപ്പോയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ലേഖകൻ്റെ ഏട്ടൻ എന്നെപ്പറ്റി മറന്നു, എന്നെ ശരിക്കും മറന്നുപോയി എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ചിന്തിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ലേഖകൻ. അപ്പോൾ ലേഖകൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നിട്ട് കയ്യിലിരിക്കുന്ന ആ മരക്കഷ്ണം എടുത്തിട്ട് നല്ല ശക്തിയിൽ എറിഞ്ഞു. അങ്ങനെ ശക്തിയിൽ എറിയുമ്പോൾ അത് ഒരു പാറക്കഷ്ണത്തിൽ കൊണ്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ മേലേക്ക് തന്നെ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ തട്ടി. അപ്പോൾ തലയിൽ തട്ടിയിട്ട് തല പൊട്ടി ചോര വരാൻ തുടങ്ങി. ലേഖകൻ്റെ നെറ്റി നന്നായിട്ട് മുറിഞ്ഞു, നല്ലോണം ചോര ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ലേഖകന് ആ നെറ്റി മുറിഞ്ഞതിനെ പറ്റിയിട്ടായിരുന്നില്ല ചിന്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി, ഏട്ടനോടുള്ള ദേഷ്യവും സങ്കടവും കൂടി നിറഞ്ഞിരിക്കുകയുണ്ടായിരുന്നത്. അസൂയയും എല്ലാം പാടെ നിറഞ്ഞിരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റി മുറിവ് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടിട്ട്, നെറ്റിയിൽ മുറിവ് കണ്ടിട്ട് ഏട്ടൻ എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഏട്ടനെയൊക്കെ തള്ളി മാറ്റിയിട്ട് ലേഖകൻ അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ ഏട്ടൻ പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷേ പിന്നാലെ ഓടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ പോളിയോ ബാധിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്പീഡിൽ ഓടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന അത്രയും സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ ലേഖകൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ വീട്ടിലോട്ട് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഏട്ടനാണെങ്കിൽ ടെൻഷൻ കൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയാത്ത ആ ടെൻഷൻ കൊണ്ട് അങ്ങനെ സ്പീഡിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വീഴുകയൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചെണീച്ച് വീണ്ടും ലേഖകൻ്റെ അടുത്തേക്കോട്ട് വേഗം പോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ലേഖകൻ ഈ മുറിവും കൊണ്ട് ചോര ഒലിച്ച് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് പേടിക്കാൻ തുടങ്ങി. എന്നിട്ട് അച്ഛൻ നേരെ ഓടിച്ചെന്ന് ചോദിച്ചു എന്താ പറ്റിയെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ലേഖകൻ പറഞ്ഞത് ഏട്ടൻ ഗഡ്ബൽ കൊണ്ട് തലയ്ക്ക് തല്ലി എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കുമാണ് ഏട്ടൻ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അച്ഛൻ അങ്ങനെ ലേഖകൻ്റെ മുന്നിൽ വെച്ചിട്ട് ഏട്ടനെ ഒരുപാട് തല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടൻ്റെ കണ്ണുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഖകൻ്റെ അടുത്ത് സത്യം പറയാൻ
ലേഖകൻ സത്യം പറയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു ലേഖകൻ്റെ ഏട്ടൻ്റെ കണ്ണുകൾ കണ്ടാലെന്നാണ് പറയുന്നത്. ലേഖകന് തോന്നുകയാണ് ഏട്ടൻ്റെ കണ്ണുകൾ ലേഖകനോട് സത്യം പറയാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. പക്ഷേ അദ്ദേഹം സത്യം പറയുന്നില്ല. ഒന്നാമത് പേടിയാണ്, കാരണം ഇപ്പം തന്നെ ഏട്ടനെ ഇത്രയും തല്ലി, അപ്പോൾ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേഖകനും കിട്ടില്ലേ എന്നുള്ള ആ ഒരു ടെൻഷൻ പേടിയുണ്ട്. പിന്നെ അപ്പോൾ ഏട്ടനോടുള്ള ആ ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ ലേഖകൻ സത്യം പറയാൻ കൂട്ടാക്കിയതുമില്ല. അപ്പം അന്ന് ഏട്ടന് ഒരുപാട് തല്ല് കിട്ടി. ഏട്ടനെ തല്ലുന്നത് കണ്ടപ്പോൾ ലേഖകന് ഒരുപാട് വിഷമം തോന്നി. പക്ഷേ എങ്കിലും സത്യം തുറന്നു പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ കാര്യം ആലോചിച്ച് ഒരു സമാധാനം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു അപരാധബോധം കാരണം മനസ്സൊക്കെ അസ്വസ്ഥമാണ്. അപ്പോൾ ഇതൊന്ന് തുറന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഇതിൽ നിന്നൊന്നും മോചനം നേടുകയെന്ന് വെച്ചാൽ അച്ഛനോടും അമ്മയോടും തുറന്ന് പറയാൻ ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ, ഇവിടെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവനോടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഇനി ഏട്ടനോട് ഇത് പറയാൻ ഒരിക്കൽ ശ്രമിച്ചു, പക്ഷേ ഏട്ടനാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് ഓർമ്മയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഇതിൽ നിന്നൊന്നും പുറത്ത് കടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അച്ഛനോടും അമ്മയോട് സത്യം പറയാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഏട്ടനാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മയും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും അന്ന് അങ്ങനെ ചെയ്ത ആ തെറ്റിനെ കുറിച്ചുള്ള അതിൻ്റെ അപരാധബോധം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അപരാധം വരുന്ന സ്റ്റോറി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.